നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സമരപ്പന്തലിനുള്ളിൽ KSRTC ബസ് കുടുങ്ങി. മുന്നോട്ടെടുത്ത ബസ്സിന്റെ കാരിയർ കുടുങ്ങി, പന്തൽ പൊട്ടി, ജോലിക്കാരൻ വീണ് പരിക്കേറ്റു. LDFന്റെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണക്കായി ഒരുക്കിയ പന്തലാണ് അപകടത്തിന് കാരണമായത്. നഗരമധ്യത്തിലാണ് റോഡ് കയ്യേറി ഇരുമ്പ് ഗാർഡുകൾ ഉപയോഗിച്ച് പന്തൽ തീർത്തിട്ടുള്ളത്. അപകടം നടന്നതോടെ LDFന്റെ ധർണയും പന്തലും ചർച്ചാ വിഷയമായി. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ പട്ടാപകൽ റോഡ് കയ്യേറി ഇരുമ്പ് ഗാർഡുകൾ ഉപയോഗിച്ച് സമരത്തിനായി പന്തൽ തീർക്കുക, അതും വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ. ഇവിടെയാണ് KSRTC ബസ് സുഗമമായി കടന്നു പോകുമെന്ന് കരുതി ബസ് ഡ്രൈവർ ശ്രദ്ധിച്ച് മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ പന്തൽ പൊട്ടി അപകടം നടന്നത്. പന്തലിന് മുകളിൽ ഉണ്ടായിരുന്ന ജോലിക്കാരൻ വീഴുകയും ചെയ്തു. കണ്ണൂർ നഗരത്തിൽ ബുധനാഴ്ച 1 മണിയോടെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച LDF നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടക്കുന്നുണ്ട്. ഇതിനാണ് കൂറ്റൻ പന്തൽ കെട്ടിയത്. റോഡ് കയ്യേറിയായിരുന്നു പന്തൽ നിർമ്മാണം. പന്തൽ റോഡിൽ കെട്ടുന്നുണ്ട്. ഇവിടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് കെട്ടിയാൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ബസ് അടിയിൽ കൂടി പോകുന്നുണ്ട്, മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബസ് KSRTC കെട്ടിയിട്ട് പണിക്കാരൻ വീണിട്ട് ഓൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്നാ സംഭവം. ഇതിനിടയിലാണ് ഇതുവഴി വന്ന KSRTC ബസ് അപകടത്തിൽപ്പെട്ടത്. ബസ് മുന്നോട്ട് കടന്നെങ്കിലും ബസിന്റെ കാരിയർ തട്ടി കൂറ്റൻ പന്തൽ പൊട്ടുകയായിരുന്നു. പന്തൽ പണിയിൽ ഏർപ്പെട്ട ജീവനക്കാരൻ വീണ് നിസ്സാര പരിക്കേറ്റു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പന്തലിനുള്ളിൽ KSRTC കുടുങ്ങി. പന്തൽ പൂർണ്ണമായും അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് ബസ് കടന്നുപോയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.